എന്തെങ്കിലും വിഷയമുണ്ടായാൽ ചില ആളുകൾ സത്യം ചെയ്യുമ്പോൾ പറയും, എന്റെ ഉമ്മ തന്നെയാണ് സത്യം, എന്റെ ഉപ്പ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ കാന ഹാലിഫ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്. ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുക, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കിലേക്ക് വരെ എത്തിക്കുമെന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നതായി കാണാം. അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു യഹ്യ അൽ മുഅല്ലിമി റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പാപം വരെയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒരു കാരണവശാലും സത്യം ചെയ്യാൻ പാടില്ല. ചില ആളുകൾ പറയും, എന്റെ ഉമ്മ തന്നെയാണ് സത്യം, എന്റെ വാപ്പ തന്നെയാണ് സത്യം. അത്തരത്തിലുള്ള ഒരു വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. വബറാ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു, لأن أحلف بالله كاذبا أحب إلي من أن أحلف بغيره صادقا. അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് കളവ് പറയുന്നതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹാഫിദ് അസ്സുയൂത്തി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അത് പറയാനുള്ള കാരണം ഒരു വ്യക്തി ഒരു വസ്തുവിൽ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ വസ്തുവിനോടുള്ള ബഹുമാനമാണ് അറിയിക്കുന്നത്. യഥാർത്ഥ ബഹുമാനം അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം, സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം. ഒരു വസ്തുവിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിന്റെയും പേരിൽ ഒരു കാരണവശാലും സത്യം ചെയ്യാൻ പാടില്ല. അത് ശരീഅത്ത് വിലക്കിയിട്ടുള്ള കാര്യമാണ്.